കറി ഇരിക്കണം. അടിപൊളി, നല്ല സുഗന്ധം ഇങ്ങനെ മുക്കിലേക്ക് അരച്ചു കയറുന്നുണ്ട് കേട്ടോ കരിമീൻ പാൽക്കറിയുടെ. നന്നായിട്ട് ഇത് ഇതായില്ല കേട്ടോ. ഇതിനകത്തേക്ക് താളിച്ചൊഴിക്കണം കേട്ടോ. അപ്പൊ താളിച്ചൊഴിക്കലോട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കറി പൂർത്തിയായി. ഹായ്. അപ്പൊ ഇന്ന് നമുക്ക് ഈസ്റ്ററിന്റെ ഒരുക്കങ്ങളൊക്കെ പതുക്കെ ചെറിയ രീതിയിലൊക്കെ നമ്മൾ തുടങ്ങി. അപ്പൊ ഇന്ന് നമ്മൾ ഈസ്റ്റർ ആയിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്യുന്നത് കരിമീനും ഡക്കുമാണ്, താറാവാണ്. ഇപ്രാവശ്യം നമ്മൾ താറാവും കരിമീനുമാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കരിമീൻ ഇന്ന് നമ്മൾ കറി വെക്കുകയാണ്. കരിമീൻ പൊള്ളിച്ചത് നാളെ നമ്മൾ അറേഞ്ച് ചെയ്യും, നമ്മൾ ചെയ്യും. അപ്പോൾ പിന്നെ അത് കൂടാതെ താറാവും നമുക്ക് നാളെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് കരിമീൻ കറി നമുക്ക് എങ്ങനെയുണ്ടെന്ന് വെച്ച് നോക്കാം. അപ്പൊ കരിമീൻ കറിയിലേക്ക് നമുക്ക് പോവാം. നമ്മുടെ അടുക്കളയില് കരിമീൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്, കരിമീൻ കറി വെക്കാനായിട്ട്. അപ്പൊ എവിടെ വരെ ഒരുക്കങ്ങളൊക്കെ ഇതെല്ലാം റെഡിയായി, നമുക്ക് ഇത് ചെയ്യാം. ഓക്കെ. അപ്പൊ കരിമീൻ പീസാക്കി വെച്ചിട്ടുണ്ട് കറി വെക്കാനായിട്ട്. അല്പം വലിയ മീനായിരുന്നു, അതുകൊണ്ട് നമ്മളൊന്ന് പീസാക്കി കരിമീൻ കറി വെക്കാനായിട്ട്. പാല് പിഴിഞ്ഞല്ലേ വെക്കുന്നത്? പാല് പിഴിഞ്ഞാ വെക്കുന്നത് നമ്മള്. ഓക്കെ. അപ്പൊ നാളെ നമ്മള് കരിമീൻ പൊള്ളിച്ചത് ഇച്ചിരി എണ്ണ വെക്കുള്ളൂ കേട്ടോ. അപ്പൊ നമ്മള് ചട്ടിയിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് എന്താ ചെയ്യാൻ ഇപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട്. ഈ ചൂടായ ചട്ടി ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ചെറിയ ഉള്ളി, പിന്നെ ഇതിനകത്ത് ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും പൊടികൾ ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു കൂട്ടാണിത്. ഇത് നമ്മൾ നേരെ ഇതിനകത്തേക്ക് ചേർക്കാണ്. പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ, ഒരൽപ്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്, പറയാൻ മറന്നുപോയി. കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിത് ജസ്റ്റ് ഇതിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്യില്ല, ഒന്ന് ഇതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൽപ്പം വെള്ളം ചേർക്കും. ഇതിനകത്ത് വെള്ളം ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നിൽക്കാമ ചെയ്യാം കേട്ടോ. വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ കരിമീൻ എന്ന് പറയുന്നത് നമ്മൾ ഫ്രഷ് ടു ഹോമിൽ നിന്ന് വാങ്ങിച്ചതാണ്. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് തന്നത്. നമ്മൾ ഇവിടെ വന്നിട്ട് ഒന്നും കൂടി ക്ലീൻ ചെയ്തിട്ട് ഇതിനകത്ത് അല്പം മഞ്ഞപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ സാധാരണ രീതിയിൽ നമ്മൾ മീൻ പുരട്ടണ പോലെ മുളക് പൊടി, കുറച്ച് ഇഞ്ചിയുടെ പേസ്റ്റും കൂടി ഞാൻ ആഡ് ചെയ്തിട്ട് ഇത് പുരട്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് തേങ്ങാപ്പാൽ ഞാൻ ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇത് മാങ്ങ. ഇതിനകത്തേക്ക് നമ്മൾ വേറെ കുടംപുളി ഒന്നും ചേർക്കുന്നില്ല, നമ്മൾ മാങ്ങയാണ് ചേർക്കണം. അപ്പം മാങ്ങ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് തിരിഞ്ഞ് വെച്ചേക്കാണ്. അപ്പം ഞാൻ ഉപ്പ് എല്ലാത്തിലും കുറേശ്ശെ ആഡ് ചെയ്ത് കാരണം ഞാൻ ഇതിൽ വേറെ ഉപ്പൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി നേരിട്ട് നമ്മൾ ഇത് പാൽ ഒഴിച്ചിട്ട് ഈ പാലിൽ വേവിച്ചെടുക്കാൻ പോവാണ്. അതിനുശേഷമാണ് നമ്മൾ കട്ടിയുള്ള ഒന്നാം പാൽ നമ്മൾ കുറച്ചും കൂടി ഒഴിച്ചിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോണേ. അപ്പം ആദ്യം നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടിട്ട് അപ്പൊ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ പാല് ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. കട്ടിപ്പാലാണേ, ഒരു തേങ്ങയുടെ മുഴുവൻ പാലുണ്ട്. നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, കാരണം നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്, മീനിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്, ഈ മാങ്ങയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇനി ഉപ്പ് ചേർക്കാം. അപ്പൊ ഇതൊന്ന് തിളച്ചു വരട്ടെ കേട്ടോ. തിളച്ചു വന്നിട്ട് നമുക്ക് ഈ മീന് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. അപ്പൊ നന്നായിട്ട് നമ്മളിത് തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കരിമീൻ്റെ ഓരോ പീസസ് ഇതിനകത്തേക്ക് ഇട്ടിടുകയാണ്. ഇത് എൻ്റെ റെസിപ്പിയാണ് കേട്ടോ. എന്താണ് കരിമീൻ പാൽക്കറി. ഇങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല. കരിമീൻ പാൽക്കറി ഓക്കെ, നമുക്ക് നോക്കാം നാളെ ടേസ്റ്റ് ചെയ്യുമ്പോഴല്ല, ഇത് മീൻ കറി ആയിട്ട് ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നന്ദയുടെ സ്പെഷ്യൽ റെസിപ്പി പാൽക്കറി. പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് നമ്മുടെയൊക്കെ പഴയ കാരണന്മാരുടെയൊക്കെ കാലഘട്ടത്തില്ലേ, അവരൊക്കെ തലേ ദിവസമൊക്കെ കറി വെക്കും മൺചട്ടിയില്. അപ്പോ ശരിക്കും അതിന്റെ പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആവും പിറ്റേ ദിവസത്തേക്ക് അല്ലെ, അടിപൊളിയായിരിക്കും. പിറ്റേ ദിവസത്തേക്ക്
പിറ്റേ ദിവസത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. മീൻകറി നല്ല പുളിയൊക്കെ പിടിച്ച് ഒരു മൺചട്ടിയിലൊക്കെ ആകുമ്പോൾ അതിന്റെ രുചിയൊന്നും വേറെ തന്നെയാണ്. അങ്ങനെ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് പണ്ടുള്ളവർ പറയുന്ന പോലെ ഒരു പറ ചോറുണ്ടാന്ന് പറയും അല്ലെ. അതേ രൂപത്തിലെ പഴയ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ. അന്ന് വിറകടുപ്പിലാണല്ലോ എല്ലാം ചെയ്യുന്നത്. ഇന്നിപ്പോ അതൊക്കെ പ്രാക്ടിക്കലി ഒരുപാട് ബുദ്ധിമുട്ടുകളായി ആധുനിക കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ എല്ലാവർക്കും സൗകര്യങ്ങളുടെ പുറകെ പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ നമുക്ക് വിറക് വെച്ച് കത്തിക്കാനുള്ള സൗകര്യങ്ങളില്ല, സംവിധാനങ്ങളില്ല. ഇപ്പൊ എല്ലാം ഗ്യാസ് സ്റ്റവും ഇൻഡക്ഷൻ കുക്കറും പോലുള്ള കാര്യങ്ങളൊക്കെ ആ സ്ഥാനത്ത് കയ്യേറി. അവരെല്ലാം കയ്യേറി കഴിഞ്ഞപ്പോൾ നമുക്ക് സ്വാദിലും വലിയ വ്യത്യാസം വന്നു. അന്നത്തെ ആ പഴയ രുചികളൊക്കെ മാറിപ്പോയി എന്ന് തന്നെ പറയാം നമുക്ക്. എന്നാലും നമുക്ക് ഇന്നത്തെ രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ കയ്യിലിങ്ങനെ ഇരുന്നോട്ടെ. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മളൊന്ന് പതുക്കെ കുറച്ച് ആവി പുറത്തേക്ക് വരണം. അങ്ങനെ അടച്ചു വെക്കിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇടണം നമ്മള്. ആ മീൻ തിളച്ചു വരുന്നതിന്റെ സുഗന്ധമൊക്കെ മൂക്കിലേക്ക് അടിച്ചു കയറുന്നുണ്ടോ. കരിമീൻ കറിയുടെ പാൽക്കറിയുടെ സുഗന്ധം കുറച്ച് വന്നപ്പോ ആ കരിമീന്റെ പാൽക്കറിയുടെ നല്ല സുഗന്ധം ഇങ്ങനെ മൂക്കിലേക്ക് അടിച്ചു കയറി വരുന്നുണ്ട്. ഇപ്പൊ തന്നെ കുറച്ച് ചോറ് കഴിക്കാൻ നമുക്ക് തോന്നല് വരും. അതുപോലെ ഉണ്ടോ. അപ്പൊ നമ്മുടെ മീൻകറി ഇങ്ങനെ തിളച്ചോണ്ടിരിക്കാനായിട്ട്. അപ്പൊ നമ്മുടെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടേക്കണം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ വരണ്ടതൊക്കെ പറഞ്ഞാൽ നന്ദിത കഴിക്കില്ല കേട്ടോ. നന്ദിത നോൺവെജ് കഴിക്കാത്തതുകൊണ്ട് ഞാൻ മാത്രമേ ഇവിടെ കഴിക്കുള്ളൂ. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മളൊന്ന് നന്നായിട്ട് ഇപ്പൊ തിളച്ചു വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതൊന്ന് പകുതി വേവ് ആവുമ്പോഴാണ് നമ്മൾ ഈ മാങ്ങയും ഉപ്പും കൂടി നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം നമ്മൾ കളയും കേട്ടോ. വെള്ളം ഇങ്ങനെ കളയും. വെള്ളം കളഞ്ഞിട്ട് ഈ മാങ്ങ നമ്മൾ ഇത് പകുതി വേവ് ആകുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഇടും. ഇത് അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണേ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കുറച്ചെടുത്തിട്ടുള്ളൂ. അത്യാവശ്യം പുളിയെന്ന് വെച്ചാൽ കുറച്ച് പുളിയുണ്ട്. ഇവിടെ പുളി അധികം ഇഷ്ടമല്ല. അപ്പൊ അത് കാരണം കുറച്ചെടുത്തിട്ടുള്ളൂ. പുളി കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ മാങ്ങ ചേർക്കാം. ഞാനിവിടെ കൊടമ്പുളി ഇട്ട് ഞാൻ അങ്ങനെ വയ്ക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ കുറെ ആയിട്ട് ഞാൻ വയ്ക്കാറില്ല. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ആ ടേസ്റ്റ് ഏട്ടനധികം ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളൂ. ഈ മാങ്ങ ഇട്ട് വയ്ക്കുന്ന ടേസ്റ്റ് ആണ് കുറച്ചും കൂടി നല്ലത്. അത് ഇപ്പോഴത്തെ കൊടമ്പുളിയൊക്കെ എങ്ങനെയുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിന്റെയൊക്കെ വ്യത്യാസങ്ങളും വരാൻ കുറെ അങ്ങനെ കൂടെ ഉണ്ടാവും കേട്ടോ. ഇത് കണ്ടോ, അവിടെ ഇങ്ങനെ വെന്ത് തുടങ്ങി. തേങ്ങാപ്പാലിന്റെ അതേ കളറിൽ തന്നെയാണ് കേട്ടോ ഈ കറി ഇരിക്കണം. അടിപൊളി നല്ല സുഗന്ധം ഇങ്ങനെ മുക്കിലേക്ക് അരച്ചു കയറണ്ട കേട്ടോ. കരിമീൻ പാൽക്കറിയുടെ ആഹാ അടിപൊളി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്നൊക്കെ നോക്കണം. കേട്ടോ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. അതെ എടുക്കുമ്പോ തന്നെ അറിയാം. അപ്പൊ പകുതി കുറച്ച് വേവ് വെന്തുണ്ട്. അപ്പൊ നമ്മളിത് ഈ മാങ്ങയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒന്ന് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് മാങ്ങ വാടുന്ന വരെ ഒന്ന് തിളക്കണം. തുറന്ന് വെച്ചിട്ടാട്ടോ വേവിക്കുന്നേ. മീഡിയം ഫ്ലെയിമിൽ തന്നെ കിടക്കുന്നത്. നമ്മുടെ മീനൊക്കെ അപ്പൊ നന്നായി വെന്തു കൂട്ടും. അപ്പൊ നമ്മള് മീൻ തൊടുന്നില്ല. നമ്മളിതേ മാങ്ങ നോക്കിക്കേ. മാങ്ങ നന്നായിട്ട് ഇതിനകത്ത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത്യാവശ്യം ടേസ്റ്റ് നോക്കിയപ്പോ പുളിയൊക്കെ ഉണ്ട്. ഇസുവിന് ടേസ്റ്റ് നോക്കണം. ഭാവിയിലെ കുക്കാണ് കേട്ടോ. ഇങ്ങനെയുണ്ട് സൂപ്പർ. മുടിയൊക്കെ ഒതുക്കി വെക്കി. അടിപൊളിയാണ്. ഞാനിപ്പോ ഇതേ ഇവിടെ ഇത് വെച്ചിട്ടുണ്ട് താളിക്കാൻ വേണ്ടിട്ട് പാത്രം വെച്ചിട്ടുണ്ട്. ഇതിപ്പോ 1-ാം പാലാണ്. നമ്മൾ കുറച്ച് പാലും എടുത്തിട്ട് ഇനി നമ്മൾ തിളപ്പിക്കില്ല കേട്ടോ. ഈ കഴിഞ്ഞു നമ്മൾ ഓഫ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഫ്ലെയിം ഓഫ് തരാനാ. കൊച്ചൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്ക്. ചൂടുണ്ടാവട്ടാ. എങ്ങനെയുണ്ട്? ഏട്ടനെ നോക്കിക്കേ. മതി ഞാൻ നേരത്തെ നോക്കിയല്ലേ. അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അടിപൊളിയായിട്ടാണ് ചുമ വന്ന. പെട്ടെന്ന് അറിയ കറി സൂപ്പറായിട്ടുണ്ട്. കറി അടിപൊളി. നമുക്ക് പറഞ്ഞ പോലെ ഒരു പറ ചോറുണ്ടാട്ടോ. കറി കരിമീൻ നല്ല കരിമീൻ പാൽക്കറി
നാളെ നമുക്ക് കരിമീൻ പൊള്ളിച്ചത്, താറാവ് കറി. അപ്പൊ ഇന്ന് നമുക്ക് ഈ കരിമീൻ പാൽക്കറിയും കൂട്ടി വൈകിട്ടത്തെ ഭക്ഷണം കഴിക്കാം. ഇത് ലേറ്റ് ആയി ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പൊ ഇന്ന് ഗോതമ്പ് ദോശയും കരിമീൻ പാൽക്കറിയും കൂട്ടി നമുക്ക് ദോശ കഴിക്കാം. നമ്മൾ ഇത്തിരി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഓൾറെഡി ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. മോനെ എനിക്ക് അപ്പൊ ഞാൻ ഇത് എടുത്ത് വെച്ചിട്ട് ഇതിനകത്തൊന്നുമില്ല കേട്ടോ. ചെറിയ ഉള്ളിയും 2 തണ്ട് കറിവേപ്പിലയും ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം. ടേസ്റ്റ് ഉണ്ടോ ഏട്ടാ? ടേസ്റ്റ് ഒക്കെ ഉണ്ട്, നല്ല അടിപൊളിയാണ്. നന്നായിട്ട് ഇത് ഇതായില്ല കേട്ടോ. ഇതിനകത്തേക്ക് താളിച്ച് കഴിക്കണം കേട്ടോ. അപ്പൊ താളിച്ച് ഒരിക്കലും കഴിഞ്ഞ് കഴിയുമ്പോ നമ്മുടെ കറി പൂർത്തിയായി. അടിപൊളി, നല്ല സുഗന്ധം മൂക്കിലേക്ക് അടിച്ചു കയറുന്നുണ്ട് കേട്ടോ. ആ താളിച്ച് ആ ഉള്ളി ഇതൊക്കെ കൂടിയാണ് താളിച്ച്, വേപ്പില കൂടി താളിച്ച് ഇതിലേക്കാണ് കറിയിലേക്ക് ഇടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഗന്ധം ഉണ്ടല്ലോ. ആ സുഗന്ധം മൂക്കിലേക്ക് നന്നായിട്ട് പഠിച്ചു കയറുന്നുണ്ട് കേട്ടോ. അടിപൊളി, നല്ല ആവി പറക്കുന്ന കരിമീൻ കറി. പാൽക്കറി. അതെ, കരിമീൻ പാൽക്കറി ഇതാ റെഡി ആയിരിക്കുന്നു കേട്ടോ. കറി കണ്ട. അപ്പൊ നമ്മുടെ കറി റെഡി ആയിട്ടോ. അപ്പൊ നമ്മളിത് ഈ ദോശ ഉണ്ടാക്കണം. ഇന്ന് നമ്മൾ ദോശയും ഈ കറിയും കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കഴിക്കുന്നത്. പിന്നെ നാളത്തേക്ക് ഈ കറി ഒന്നും കൂടി നമ്മളിപ്പോ ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കില്ല. ഈ ചൂടോടുകൂടി അടുപ്പിൽ തന്നെ ഇരിക്കും. നാളെ രാവിലെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റൗവിൽ തന്നെ ഇരിക്കും. ഈ സ്റ്റൗവിൽ തന്നെ ഇരിക്കും. നമ്മള് രാവിലെ എടുത്തിട്ട് കഴിക്കാറാകുമ്പോ ജസ്റ്റ് എടുത്ത് അങ്ങനെ കഴിക്കും. നമ്മൾ രാവിലെ എടുത്തിട്ട് പിന്നെ നമ്മൾ രാവിലത്തെ ഇത് കഴിക്കും. സാധാരണ നമ്മളിങ്ങനെ മീൻകറിയൊക്കെ വെക്കുമ്പോ ഒരു മൺചട്ടിയിലാണ് വെക്കാറുള്ളത് കേട്ടോ. മൺചട്ടിയിൽ വെച്ച് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ചട്ടിക്ക് ചെറിയൊരു ഹോള് വീഴും. അതുകൊണ്ടാണ് ഇന്നിപ്പോ നമ്മളിങ്ങനെ മറ്റൊരു ചട്ടിയിൽ വെച്ചത്. അല്ലെങ്കിൽ നമ്മള് മീൻകറി വെക്കുന്നത് മൺചട്ടിയിലേ വെക്കുള്ളൂ. അപ്പൊ മൺചട്ടിയിൽ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. നമ്മള് പിറ്റേ ദിവസം എടുത്ത് ഉപയോഗിക്കാൻ ചൂടാക്കിയൊന്നും വേണ്ട, ആ തരത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫ്രിഡ്ജിൽ വെച്ച് നമ്മളിവിടെ പരമാവധി തന്നെ ഭക്ഷണ സാധനങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ്. പച്ചക്കറി ആണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കില്ല, റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് ആവശ്യം. ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ അതിന്റെ ഗുണമൊക്കെ നഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് ഈ ഗോതമ്പ് ദോശ എന്ന് പറയുന്നത് ഗോതമ്പ് പൊടി നമ്മൾ പ്യുവർ ആയിട്ടുള്ള ഒരു പൗഡർ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. എല്ലാ ഷോപ്പുകളിലും അവൈലബിൾ അല്ല ഗോതമ്പ് പൊടി. ആ ഗോതമ്പ് പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മുളപ്പിച്ച് പൊടിക്കുന്ന ഗോതമ്പ് പൊടിയാണ് നമ്മൾ നേരത്തെ മുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് 2 മാസം അതിന്റെ ഷെൽഫ് ലൈഫ് ഉള്ളൂ. അതിനുള്ളിൽ കേടായി പോകും. 2 മാസം ഉണ്ടോ? അത് 1 മാസം നമ്മള് പരമാവധി ഉപയോഗിച്ച് തീർക്കും. 2 മാസമാണ് 2 മാസമാണോ? 2 തൊട്ട് 3 മാസം വരെ. പക്ഷെ നിൽക്കൂല 3 മാസം. അതെ, പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്ത ഗോതമ്പ് പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ആ ഗോതമ്പ് പൊടി വളരെ സോഫ്റ്റ് ആയിരിക്കും. നമ്മളിങ്ങനെ എടുത്ത് ഇങ്ങനെ കൈ ഒരു വിരലുകൊണ്ട് ഇങ്ങനെ അടച്ചെടുക്കാൻ പറ്റും. അത്രയും സ്മൂത്ത് ആയിരിക്കും, സോഫ്റ്റ് ആയിരിക്കും. അതതിന്റെ പ്രത്യേകത, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നമുക്ക് ഗോതമ്പ് ദോശ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതും കരിമീൻ പാൽക്കറിയും കൂട്ടി ഇന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പൊ അത് പെട്ടെന്ന് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്, ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ദോശയും നമ്മുടെ കരിമീൻ പാൽക്കറിയും കൂടി കഴിക്കുകയാണ്. മീനിലൊക്കെ ഉപ്പൊക്കെ പിടിച്ചിട്ട് വരുന്നുണ്ടല്ലോ, അതിപ്പോ തന്നെ കറി ചെയ്തിട്ടേ ഉള്ളൂ. നാളെ ആകുമ്പോഴേക്കും നല്ല രീതിയിൽ ഉപ്പ് പിടിക്കും. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഈ മീനിന്റെ ഗ്രേവിയിൽ ദോശയും കൂടി, ഗോതമ്പ് ദോശ കൂട്ടി കഴിക്കാനില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. മീൻ കഴിക്കാം കേട്ടോ. കണ്ട, സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള കരിമീൻ കണ്ട പാൽക്കറിയിൽ. കേട്ടോ, കരിമീനിന് കൈ വിടാൻ പോകണ്ട. സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ട് ദോശ പറഞ്ഞൊക്കെ കഴിക്കുള്ളൂ. കൂടി 2 കഴിക്കുള്ളൂ. ഭക്ഷണം കുറവാണ്.